ഹിന്ദി ലേണിങ്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ സ്വരാക്ഷരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും അമർത്തുക. പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് അക്ഷരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് വ്യഞ്ജനാക്ഷരം എഴുതി നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ലപോലെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ആദ്യത്തെ അക്ഷരം ക. മലയാളത്തിൽ ക. മലയാളത്തിൽ നമുക്ക് എഴുതുന്നുണ്ട് കേട്ടോ. ക എന്നാണ്. അടുത്തത് ക. ഖ ഖ ഈ ഖ. അടുത്തത് ഗ. ഗ. മലയാളത്തിൽ കൂടെ എഴുതുന്നുണ്ട് കേട്ടോ. മലയാളത്തിൽ കൂടെ എഴുതുന്നുണ്ട്. അടുത്തത് ഖ. ഖ ഖ. ങ. ഞാൻ ഈ സ്ലോയിൽ എഴുതുന്നത്, ആരെങ്കിലും എഴുതുന്നത് കാണണമെങ്കിൽ കാണാൻ വേണ്ടിയാണ് സ്ലോയിൽ എഴുതുന്നത്. ച. ഛ. ഛ ഛ. ജ. ജ. ഛ. ജ ഛ. ഞ. ഡ. ഢ. ഡ. ഡ. ഢ. ഢ. ഠ. ഠ. ന. ന. ത. ഥ. ധ. ഥ. ധ. ഥ. മലയാളത്തിൽ എഴുതിയിട്ടില്ല. ഇപ്പുറത്ത് തായ്ക്ക് അതിൻ്റെ കൂടെ എഴുതിയേക്കാം. ഥ. ഥ. ധ. ധ. ഥ. ന. അടുത്തത് പ. പ. ഫ. ബ. ബ. ഫ. ഫ. മ. അടുത്തത് യ. യ. മലയാളത്തിൽ എഴുതി യ. ര. ര. ല.
ല, വ, വ, ശ, ഷ, ഷ, ഷ. കൺഫ്യൂസ് ആകരുത്, ഇത് ഈ ഷായാണ്. അടുത്ത ഷാ ആണ് ഈ ഷാ. രണ്ട് ഷാ ഉണ്ട് കേട്ടോ, കൺഫ്യൂസ് ആകരുത്. ഷ, ഷ, ഷ. അടുത്തത് സ, സ. അടുത്തത് ഹ, ഹ. ഹ. ഇനി കുറച്ച് കൂട്ടക്ഷരങ്ങളുണ്ട്. ഇത് വ്യഞ്ജന കൂട്ടക്ഷരങ്ങൾ 1, 2, 3, 4 ഉണ്ട്. അതും കൂടെ എഴുതി നോക്കാം. അതും കൂടെ എഴുതി പഠിക്കണം കേട്ടോ. ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ക്ഷ, ക്ഷ. ഓക്കെ. അടുത്തത് ത്ര, ത്ര. താ എഴുതിയിട്ട് അതിൻ്റെ അടിയിലൂടെ ഒരു വര ഇട്ട് കൊടുത്തതിന് ത്ര. തായിട്ടിട്ട് അതിൻ്റെ അടിയിലൂടെ ഒരു വര, ത്ര. അത് ഞ, ഞ. ഞ. മലയാളത്തിൽ എഴുതി തെറ്റി, നോക്കട്ടെ, അടുത്ത് എഴുതാം. ഞ. അടുത്തത് ഷ്ര, ഈ ഷ്രാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ അടുത്തത് കുറച്ച് കൂട്ടക്ഷരങ്ങൾ ഉണ്ട്, കുറേ ഉണ്ട്. ആ കൂട്ടക്ഷരങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ ആ കൂട്ടക്ഷരങ്ങൾ പഠിക്കണം. ഈ അക്ഷരങ്ങൾ മാത്രമേ പഠിച്ചാൽ പോലും ഈ വായിക്കുന്നതിന് കുറച്ച് കൂട്ടക്ഷരങ്ങളുണ്ട്, കുറച്ച് ഹാഫായിട്ടുള്ള ആൽഫബറ്റ്സ് വരും. സോ അതും കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നമുക്ക് വായിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. അപ്പോൾ കുറേ ആളുകളുണ്ട് വായിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുന്നത്. അതിൻ്റെ ബേസായിട്ട് വേണ്ടത് കൂട്ടി വായിക്കാൻ കഴിയണം. കൂട്ടി വായിക്കാനുള്ള അറിവ് വേണം. എന്നാൽ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. കുറേ കുട്ടികൾക്കും കുറേ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ. പക്ഷെ അവർക്ക് ബേസായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട എന്താണ്, കൂട്ടി വായിക്കാനാണ്. കൂട്ടക്ഷരങ്ങളുണ്ട് അതൊക്കെ. പിന്നെ അടുത്തത് അത് സംയുക്താക്ഷരം എന്ന് പറയാം. സംയുക്താക്ഷരം അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ശരി, അപ്പോൾ ഓക്കെ, താങ്ക് യു.